സെമിനാരി പഠിക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു, ഓർക്കില്ല അതിനെക്കുറിച്ച്. അച്ഛനെ കഴിഞ്ഞിട്ട് പിന്നെ വലിയ വലിയ മേജർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ 2-3 മാസമൊക്കെ ഉപവാസം എടുക്കുമായിരുന്നു, ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. പരിപാടി വിജയിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ ഒരു 10 വർഷങ്ങളായിട്ടുണ്ടാവും കൃത്യമായി ഫാസ്റ്റിംഗ് എടുത്തിട്ട്. ഡയബറ്റിക്കായി പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും. ഒരു അല്പസമയം കൂടെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇറിറ്റേറ്റഡ് ആവും. ഇത് ഗോസ്പൽ ഈസ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ ഗോസ്പലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നൊക്കെ മനസ്സിനിങ്ങനെ ബോധ്യപ്പെടുത്തുമായിരുന്നു. കാരണം മണവാളം കൂടെയുള്ളപ്പോൾ എൻജോയ്മെൻ്റ് അല്ലേ. ഇപ്പോൾ ഈശോ കൂടെയുണ്ട്, ഫുൾ ടൈം കൂടെയുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഇത് ഗോസ്പൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ഗോസ്പലാണ്. കാരണം ഈശോയും ശിഷ്യന്മാരും ഫാസ്റ്റ് ചെയ്തില്ല എന്ന് നമുക്ക് തോന്നും. ചോദ്യം ഉന്നയിക്കുന്നത് യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്, ശത്രുക്കളാരുമല്ല, യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ അവിടെ വായിന്ന് നിങ്ങളെന്താ, നിങ്ങളുടെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്തതെന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ അവർ ഉപവസിച്ചിരുന്നില്ല എന്നൊരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലായിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല, അവരപ്പം എടുക്കാൻ മറന്നുപോയി, അവർക്ക് വിശന്നപ്പോൾ ഒരു കതിര് പറിച്ചിരുന്നു. അപ്പോൾ വിശപ്പിൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ പല മേഖലകളിലൂടെ ഈ ശിഷ്യന്മാർ കടന്നു പോയിട്ടുണ്ട്. ഇനി ക്രിസ്തു ഉപവസിച്ചിരുന്നോ? ക്രിസ്തു തൻ്റെ പബ്ലിക് ലൈഫ് ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ചായിട്ട് നമ്മൾ വായിക്കുന്നു. ഉപവാസം ഇല്ലാതെ ഈ ടൈപ്പ് പിശാചുകളൊന്ന് പുറത്തു പോലെ ഈശോ പഠിപ്പിക്കുന്നു. ബുധനാഴ്ച ദിവസത്തെ റീഡിങ്ങിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെ ഈശോ പറയുന്നത്, വെൻ യു ഫാസ്റ്റ്, ഇഫ് യു ഫാസ്റ്റ് എന്നല്ല ഈശോ ഉപയോഗിക്കുന്നത്. വെൻ യു ഫാസ്റ്റ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല. അതിനർത്ഥം എന്താ? ഒരു മസ്റ്റ് ഉണ്ട് അതിനകത്ത്. നമ്മൾ നിർബന്ധമായിട്ട് ഉപവസിക്കേണ്ട ആൾക്കാരാണ്. അത് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഈശോ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫാസ്റ്റിംഗ് ഇങ്ങനെ വലുതാക്കാനുള്ള ചില പരിപാടികൾ നടത്തുന്നുണ്ട്. പരദൂഷണത്തിൽ ഫാസ്റ്റ് ചെയ്യണം, കാഴ്ചയിൽ ഫാസ്റ്റ് ചെയ്യണം. ഇല്ലെന്ന്, ഫുഡിലെ ഫാസ്റ്റിംഗ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സ്പിരിച്വൽ ഡിസിപ്ലിൻ.